എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ വീടിന് മുകളിൽ ചെയ്യുന്ന ചെറിയൊരു ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ് സെറ്റപ്പാണ്. ഏകദേശം ഒരു 9 വർഷമായിട്ട് ഈ മേഖലയിലുണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ്, ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് ഈ ടബ്ബുകളെല്ലാം വാങ്ങിയിട്ട് ഈ ഒരു രീതി പിന്തുടരാൻ തുടങ്ങിയത്. ഒരു ടബ്ബിൽ 50 മുതൽ 60 ലിറ്റർ വെള്ളം വരെ നമ്മൾ നിറയ്ക്കുന്നുണ്ട്. ഏകദേശം 10ഓളം വെറൈറ്റി ഗപ്പി ഫിഷിനെ നമ്മൾ ഇവിടെ വളർത്തുന്നത്. അതുകൂടാതെ കുറച്ച് ഷ്രിമ്പ് ഉണ്ട്, കുറച്ച് ഫൈറ്ററുണ്ട്. ഒരു ടാങ്കിൽ 30 മുതൽ 40-45 ഗപ്പി ഫിഷിനെ വരെ നമ്മൾ ഒരേ സമയം വളർത്താറുണ്ട്. അത് കുട്ടികളാണെങ്കിൽ ഒരു 60 മുകളിൽ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഷിൻ്റെ ഗ്രോത്ത് വളരെ കുറവാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു എയർ കംപ്രസർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എയറേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു ഫിൽട്രേഷൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഫിഷിൻ്റെ ഗ്രോത്തും ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊപ്പം ടാങ്ക് എപ്പോഴും വൃത്തിയായിരിക്കുകയും ചെയ്യും. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ മെയിനായിട്ട് ഗപ്പി ഫിഷിന് 3 നേരമാണ് ഫീഡ് ചെയ്യുന്നത്, രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരവും. ഈ 3 നേരം ഫീഡ് ചെയ്യുമ്പോഴും ഉള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കംപ്രസർ എയറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ഫുഡ് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിലോട്ട് താഴ്ന്നു പോകും. ഗപ്പി ഫൈറ്റർ പോലുള്ള ഫിഷുകൾ മെയിനായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിന്നാണ് ഭക്ഷണം എടുക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭക്ഷണം താഴ്ന്നു പോവുകയാണെങ്കിൽ അത് ഭക്ഷണം എടുക്കാതെ വരികയും വെള്ളം ചീത്തയാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. കൂടാതെ തന്നെ ഇതിന് ഞാൻ ആപ്പിൾ സ്നെയിലിനെ കൂടി വളർത്തുന്നുണ്ട്. ഈ ആപ്പിൾ സ്നെയിൽ ഈ വെള്ളത്തിനടിയിലോട്ട് പോയ ഫുഡ് എടുക്കുകയും ഗപ്പിക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കംപ്രസർ ഓഫ് ചെയ്തിടുള്ള സ്വിച്ചിൻ്റെ അത് ഓഫ് ചെയ്തിടും. ആ സമയത്ത് നമ്മൾ ഫീഡ് കൊടുക്കുകയും ഏകദേശം 10 to 15 മിനിറ്റിന് ശേഷം വീണ്ടും കംപ്രസർ ഓണാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ വീട്ടിൽ ഭാര്യയോ അമ്മയോ ആണ് ഇതിന് ഫീഡ് കൊടുക്കുന്നത്. ആ സമയത്ത് അവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ കംപ്രസർ 15 മിനിറ്റിനോ അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം തിരിച്ച് ഓൺ ചെയ്യാൻ പലപ്പോഴും മറന്നുപോകും. ഇങ്ങനെ ഈ ഫിൽട്രേഷൻ യൂണിറ്റ് ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൂടുതൽ എയറേഷൻ ഇല്ലെങ്കിൽ അതിലുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോവുകയും അത് അമോണിയ ഫോം ചെയ്ത് തിരിച്ച് നമ്മുടെ നിലവിലുള്ള മീനിന് ഹാനികരമാവുകയും ചെയ്യും. ഇങ്ങനെ പല തവണയായിട്ട് കംപ്രസർ ഓൺ ചെയ്യാൻ മറന്നു പോവുകയും മണിക്കൂറുകളോളം കംപ്രസർ ഓണാകാതെ ഫിഷ് ഡെഡാകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ചെറിയൊരു ഓട്ടോമേഷൻ കൊണ്ടുവന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇതിൽ ആർഡിനോ ബോർഡ് ഉപയോഗിച്ചുള്ള ചെറിയൊരു ഓട്ടോമേഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കോഡിങ്ങിൻ്റെ ABCD അറിയാത്ത ഞാൻ AI ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കോഡിങ് കംപ്ലീറ്റ് ചെയ്തത്. പ്രാക്ടിക്കലി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ ഞാനൊരു പുഷ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടുണ്ട്. ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കംപ്രസർ 10 മിനിറ്റ് നേരത്തേക്ക് ഓഫ് ആവും. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. കൂടാതെ തന്നെ ഓരോ മണിക്കൂറിലും ഒരു 10 മിനിറ്റ് ഇത് കംപ്രസർ ഓഫ് ആവും. കാരണം 24 മണിക്കൂർ കംപ്രസർ ഓടുന്നതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ ചൂട് ഒന്ന് കുറയുകയും കൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ചെറിയൊരു ലാഭം കിട്ടുകയും ചെയ്യും. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് ആഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ കംപ്രസർ മണിക്കൂറുകളോളം ഓഫ് ആകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫുഡ് കൊടുക്കുമ്പോൾ മീനിന് മുഴുവൻ കഴിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പെർഫെക്റ്റ് തന്നെയാണ്. ഇതാണ് കംപ്രസർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച്. ഈ സ്വിച്ചിന് സൈഡിലായിട്ട് ഒരു റെഡ് കളർ പുഷ് ബട്ടൺ കാണുന്നുണ്ടോ? ഈ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് കംപ്രസർ കൺട്രോൾ ചെയ്യുന്നത്. ഈ പുഷ് ബട്ടണിൽ ഒരു തവണ അമുത്തിയാൽ കംപ്രസർ ഓഫ് ആവുകയും 10 മിനിറ്റിന് ശേഷമാണ് തിരിച്ചത് ഓൺ ആവുകയും ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഓൺ ആണെങ്കിൽ ഇതിൻ്റെ പവർ ഒന്ന് ഓഫ് ആക്കിയിട്ട് തിരിച്ച് ഓൺ ചെയ്യണമെങ്കിൽ അത് അപ്പം തന്നെ ഓൺ ആവും. പിന്നെയും നമ്മൾ ഈ സ്വിച്ചിൽ അമുത്തുകയാണെങ്കിൽ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അഗൈൻ അത് ഓഫ് ആവുകയും 10 മിനിറ്റിന് ശേഷം തനിയെ ഓൺ ആവുകയും ചെയ്യും. ഈ ചെറിയ ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടിനെ കുറിച്ചും ഇതിന് വേണ്ടിയിട്ടുള്ള കോഡിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു വീഡിയോ ഈ ചാനലിൽ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്.